2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ 26 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിച്ച് നിലവിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ വെല്ലുവിളിക്കുന്നു. രാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ ഈ സുപ്രധാനമായ പുനർരൂപീകരണം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ആദ്യമായി ഒരു ഏകീകൃത പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനിടെ ഈ പുതിയ പ്രതിപക്ഷ മുന്നണിയുടെ ആവിർഭാവത്തിൽ അസ്വസ്ഥനാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. ഇത് ഒരു നിഷേധാത്മക കൂട്ടുകെട്ടാണെന്ന് പറയുന്നു. അതിനെ വിമർശിക്കുകയും വികസനത്തിലും ഉൾക്കൊള്ളുന്നതിലും NDAയുടെ ശ്രദ്ധയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ 26 പ്രതിപക്ഷ പാർട്ടികൾ അടങ്ങുന്ന മുമ്പ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു പുതിയ രാഷ്ട്രീയ സഖ്യമാണ് ഇന്ത്യ സഖ്യം. ജൂലൈ 18 ചൊവ്വാഴ്ച ബംഗളൂരുവിൽ നടന്ന പ്രതിപക്ഷ യോഗത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പുതിയ പേര് നിർദ്ദേശിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ വെല്ലുവിളിക്കുന്നതിന് ഒരു ഘടനയും പൊതു അജണ്ടയും സ്ഥാപിക്കുകയാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. UPAയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മാറ്റം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ NDAക്കെതിരെ ഐക്യമുന്നണി അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപനം നടത്തി. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗങ്ങളിൽ അധ്യക്ഷ. സഖ്യത്തിന്റെ അധ്യക്ഷയായി സോണിയാഗാന്ധിയെ നിയമിക്കുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നയിക്കുന്ന NDA ദേശീയ പുരോഗതിയിലും പ്രാദേശിക അഭിലാഷങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയപരിശോധനാ സഖ്യമാണ്. നിലവിൽ നിരവധി ചെറിയ പ്രാദേശിക സംഘടനകൾ ഉൾപ്പെടെ 38 ഘടക കക്ഷികൾ NDAയിൽ ഉൾപ്പെടുന്നു. AIADMK, ലോക് ജനശക്തി പാർട്ടി, ശിവസേന തുടങ്ങിയ പ്രധാന സഖ്യകക്ഷികളുമായി ഇതിന് കാര്യമായ പങ്കാളിത്തമുണ്ട്. രാജ്യത്തിന്റെ വികസനത്തിൽ NDAയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യാറുണ്ട്. അഴിമതി, വിഭജനം, സ്വജനപക്ഷപാതം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മോദി സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു. മോദിയുടെ അഭിപ്രായത്തിൽ NDAയിൽ N എന്നത് പുതിയ ഇന്ത്യയെയും D വികസിത രാഷ്ട്രത്തെയും A എന്നത് ജനങ്ങളുടെയും പ്രദേശങ്ങളുടെയും അഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് നിർബന്ധത്തിനു പകരം സംഭാവനയെ പ്രതീകപ്പെടുത്തുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP രണ്ടക്കത്തിലെത്തുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞർ പറയുന്നു. ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് 370 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചാൽ താൻ അത്ഭുതപ്പെടുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഇപ്പോൾ സാധ്യത വളരെ മെലിഞ്ഞതും ഏതാണ്ട് പൂജ്യവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഈ സംഖ്യയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇത് BJP പ്രവർത്തകരുടെ ലക്ഷ്യം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു, സാധ്യതയല്ല, പ്രശാന്ത് കിഷോർ പറഞ്ഞു. തന്റെ രണ്ടാം ടൈമിലെ സുപ്രധാന തീരുമാനത്തിൽ തന്റെ സർക്കാർ റദ്ദാക്കിയ ആർട്ടിക്കിൾ 370ന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി 370 എന്ന കണക്ക് പാർലമെന്റ് നരേന്ദ്രമോദി പരാമർശിച്ചു. BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടുമെന്നും NDA 400 കടക്കുമെന്നും പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ച പല റാലികളിലും ലക്ഷ്യം 370 സീറ്റുകളായിരുന്നു. ബംഗാളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നും തമിഴ്നാട്ടിൽ BJP ആദ്യമായി രണ്ടക്കത്തിൽ എത്തിയേക്കും. തെലുങ്കാനയിലും BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. സന്ദേശ് ഖാലി പോലുള്ള പ്രശ്നങ്ങൾ ഭരണകക്ഷിയെ തളർത്തും. എന്നാൽ സന്ദേശ് ഖാലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബംഗാളിൽ BJP ഉയരുകയാണ്. ബംഗാളിൽ BJP അവസാനിച്ചുവെന്ന് കരുതുന്ന ഡൽഹിയിലെ പലരെയും 2024 ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം അത്ഭുതപ്പെടുത്തുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. മൂന്നാം തവണയും പ്രധാനമന്ത്രി മോദി തിരിച്ചെത്തിയാൽ ഇന്ത്യ ചൈനയാകില്ല. 2024 തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുകയാണെങ്കിൽ ഏത് ജനാധിപത്യ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും
കൂടുതൽ ദുർബലമാക്കുമെന്നും എന്നാൽ ഇത് BJPക്ക് മാത്രമുള്ളതല്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഏതൊരു വ്യക്തിയും ഒരു ഗ്രൂപ്പും വളരെ ശക്തരാകുമ്പോഴെല്ലാം സമൂഹത്തിൻ്റെ ജനാധിപത്യ ഘടനയിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഉദാഹരണം ഉദ്ധരിച്ച് പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഇന്ത്യ ചൈനയാകില്ല. എന്നാൽ സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ അടയാളങ്ങൾ കൂടുതൽ പ്രകടമാകും. എന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന 15 സംസ്ഥാനങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP രണ്ടക്കത്തിലെത്തുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചു. ഇന്ത്യ ബ്ലോക്ക് വൈകിയാണ് ആരംഭിച്ചതെന്നും അവർ ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ചെയ്യണമായിരുന്നുവെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യ സഖ്യം 7-10 ദിവസത്തിനപ്പുറം പോലും പ്രവർത്തിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് 7 ദിവസം യൂറോപ്പിൽ പോകാമെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഇത്രയധികം സമയം പോലും ബ്ലോക്ക് പ്രവർത്തിച്ചില്ല? പ്രശാന്ത് കിഷോർ പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിനപ്പുറം ബ്ലോക്ക് ഇനി കാണണം. ഇന്ത്യൻ ബ്ലോക്ക് പാർട്ണർ കോൺഗ്രസിൻ്റെ കാലതാമസം നേരിടുന്ന പ്രവർത്തനങ്ങളിൽ കെജ്രിവാൾ അതൃപ്തി പ്രകടിപ്പിച്ചു. കൃത്യസമയത്ത് സംരംഭങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഫലങ്ങൾ മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ നേടുമെന്ന BJP നേതാക്കളുടെ അവകാശവാദത്തിനെതിരെ ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച രംഗത്തെത്തി. അവർ അസംബന്ധം പറയുന്നു. BJP 270 സീറ്റുകൾ പോലും കടന്നാൽ അത് വളരെ വലിയ കാര്യമാണെന്ന് കെജ്രിവാൾ പറഞ്ഞു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉയർന്ന പെട്രോൾ